ബുള്ളറ്റിൽ കറങ്ങി നടന്ന ലഹരി വിൽപ്പന, അതിനായി സംസ്ഥാനത്തെമ്പാടും സോളോ ട്രിപ്പ്. സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുമുണ്ട്. അങ്ങനെയാണ് കണ്ണൂർ പയ്യന്നൂരിലെ നിഖില എന്ന യുവതിക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് വീണത്. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ യുവതി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നോട്ടപ്പുള്ളിയാണ്. തുടർച്ചയായി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായതോടെ നിഖിലയ്ക്ക് എക്സൈസിൻ്റെ കത്രിക പൂട്ട്. യുവതിയെ NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ജാമ്യം നൽകാതെ 6 മാസം വരെ തടങ്കലിൽ വെക്കാമെന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. ലഹരിമരുന്നു കടത്തും വിൽപ്പനയും സ്ഥിരം തൊഴിലാക്കിയ പയ്യന്നൂർ മുല്ലക്കോട് സ്വദേശിനി നിഖില ബുള്ളറ്റ് ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. NDPS ആക്ട് പ്രകാരമാണ് ഈ 30-കാരിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഈ നിയമപ്രകാരം പ്രതിയെ 6 മാസം തടങ്കലിൽ വെക്കാം. കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും ബംഗളൂരു പോലീസിന്റെയും സഹായത്തോടെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S സതീഷും സംഘവും പ്രതിയെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയത്. ഇവർ മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഒരു വനിത ഈ നിയമപ്രകാരം അറസ്റ്റിലാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലഹരി വസ്തുവായ മെത്താഫിറ്റമിനുമായി നിഖില അറസ്റ്റിലായിരുന്നു. വിൽപ്പന നടത്താൻ ബംഗളൂരു എത്തിച്ച 4 ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചോടെയാണ് നിഖില ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഇത്തരം യാത്രകളിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരി മരുന്ന് വിൽപ്പനയിലേക്ക് ഇവർ തിരിഞ്ഞത്. 2023-ൽ 2 കിലോ കഞ്ചാവുമായി യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. പാക്കറ്റുകളായി സൂക്ഷിച്ച കഞ്ചാവാണ് അന്ന് പിടിച്ചെടുത്തത്. News 18 കണ്ണൂർ.